ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ഓണം വ്ലോഗ്. എൻ്റെ വീട്ടിൽ എന്ത് ആഘോഷങ്ങളുണ്ടായാലും പലഹാരങ്ങളൊക്കെ വീട്ടിൽ തന്നെയാണ് മാക്സിമം ഉണ്ടാക്കാൻ ശ്രമിക്കാറ്. അതെന്താണെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല, അതങ്ങനെയാണ് വീട്ടിൽ. ചിപ്സും അതുപോലെ തന്നെ ചീടയും വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അത് കൊഴലപ്പം ഉണ്ടായിരുന്നു, കൊഴലപ്പത്തിൻ്റെ വീടെടുക്കാൻ വിട്ടുപോയി. ബാക്കി വന്ന് വെളിച്ചെണ്ണയിൽ പപ്പടമൊക്കെ കാച്ചി വെച്ചു. രാവിലെ തന്നെ എഴുന്നേറ്റ് തേങ്ങയൊക്കെ ചെറുതി കൊടുത്തു, വെജിറ്റബിൾസൊക്കെ കാവ്യ കട്ട് ചെയ്ത് കൊടുത്തു. ഈ പ്രാവശ്യത്തെ ഓണസദ്യ അമ്മ ഒറ്റയ്ക്ക് ഞാൻ ഉണ്ടാക്കിയത്. ഇന്നലെ ലേറ്റായിട്ട് കിടന്നുകൊണ്ട് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. എഴുന്നേറ്റ് വന്നപ്പോഴത്തേനും അമ്മ പായസവും ഇഞ്ചിക്കറിയും അതുപോലെ തന്നെ കൂട്ടുകറിയും അവിയലും സാമ്പാറും എല്ലാം അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, തോരനും. ഇന്ന് രാവിലത്തേക്ക് കഴിക്കാൻ അടയായിരുന്നു. ഓണത്തിന് എല്ലാ പ്രാവശ്യം ഉണ്ടാക്കുന്ന പൂവട ഉണ്ടാക്കും, അത് തന്നെയായിരുന്നു രാവിലത്തേക്ക് കഴിക്കാനും എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഓണസദ്യ ഉണ്ടായിരുന്നു. വർഷം ഞാൻ ഓണത്തിന് കഴിച്ച എല്ലാ സദ്യകളും നല്ല സദ്യകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കൊതിയാണ് വരുന്നത്. അമ്മ ഉണ്ടാക്കിയ ഈ പ്രാവശ്യത്തെ സദ്യ അടിപൊളിയായിരുന്നു, ഭയങ്കര ടേസ്റ്റുമായിരുന്നു. എല്ലാ കറികളും എല്ലാത്തിനും ഒന്നൊന്നിനും മെച്ചെന്നൊക്കെ പറയില്ലേ, അതുപോലെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു ഈ പ്രാവശ്യത്തെ. എല്ലാ വർഷവും ഒരു നോൺ വെജ് ഉണ്ടാവണയാണെന്ന് സദ്യയിൽ, പക്ഷേ ഈ വർഷം അതൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ 2 പായസം ഉണ്ടാവണമായിരുന്നു. ഈ വർഷം എല്ലാം കുറച്ച് ഒറ്റ പായസത്തിലാക്കി. അതുപോലെ നോൺ വെജും കട്ട് ചെയ്തു ഈ പ്രാവശ്യം. ഇത് അമ്മ തന്നെ ചെയ്യുന്ന പൂക്കളാണ്. വീട്ടിലുണ്ടാകുന്ന പൂക്കൾ മാത്രം വെച്ചിട്ട് പുറത്തുനിന്ന് പൂവൊന്നും മേടിക്കാൻ സമ്മതിക്കാതെ. അമ്മയുടെ കുട്ടിക്കാലത്ത് അങ്ങനെയാണ് അത്ര ചെയ്തു വന്നിരുന്നത്. അതുകൊണ്ട് അമ്മ ഇപ്പോഴും അത് ഫോളോ ചെയ്തു പോകുന്നു. റെഡിയായി ചേട്ടൻ്റെ അടുത്തേക്ക് പോവാണ്. ചേട്ടൻ ഞങ്ങൾ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ചെന്നപ്പം അവിടെയും പൂക്കളൊക്കെ ഇട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് അവിടെ ഇപ്പം ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഞങ്ങളുടെ പൊന്നു എത്രത്തോളം വലുതായെന്ന്. കഴിഞ്ഞ വർഷം വരെ ഒരാൾ നിന്ന് വാരി കൊടുത്തുകൊണ്ടിരുന്ന ആൾ ഇന്ന് ഞങ്ങളുടെ ഒപ്പം കസേര വലിച്ചിട്ട് ഞങ്ങളുടെ ഒപ്പം ഇരുന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിൽ വളരെയധികം സന്തോഷം തോന്നുന്നു. ഇന്ന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. പൊന്നുവിൻ്റെ ബർത്ത്ഡേ ആണ്. 4 വയസ്സാവാണ് ആൾക്ക്. സെപ്റ്റംബർ 6 ആൾ ജനിച്ചത്. അതുകൊണ്ട് തന്നെ ഓണം കഴിഞ്ഞ് പിറ്റേ ദിവസം ആയതുകൊണ്ട് ഓണത്തിൻ്റെ അന്ന് ആഘോഷിക്കാമെന്ന് പറഞ്ഞ് അങ്ങനൊരു പ്ലാനും കൂടി ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉണ്ടായിരുന്നു. എൻ്റെ അനിയത്തി ഉണ്ടാക്കുന്നതിൻ്റെ പിന്നെ ഉണ്ടാകുന്ന ഒരു കുഞ്ഞു വാവ എന്ന് പറയുന്നത് പൊന്നുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു ലാളനകളും സ്നേഹവും എല്ലാം ഒരുപാട് കിട്ടിയിട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഈ സമയത്ത് ഞങ്ങൾ എല്ലാവരും ഒരുപോലെ മിസ് ചെയ്യുന്ന ഒരാൾ ജിമിത്താണ്. വേറൊന്നുമല്ല, ആൾ പ്രവാസിയാണ്, പുറത്താണ്. അപ്പോൾ ആളാണ് വീഡിയോ കോൾ ചെയ്യുന്നത്. ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ആളും ഇവിടെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സദ്യയുടെ അത്രയും ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ലെന്നാണ് ആൾ പറയണത്. ഇവിടെ പാലടയായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും വന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു. ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് തൊപ്പിയും കേക്കൊക്കെ വേണമെന്ന് പൊന്നു ഇങ്ങോട്ട് പറഞ്ഞു കൂടിയൊരു കാര്യമായിരുന്നു. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കേക്ക് കട്ട് ചെയ്ത് കേക്ക് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. പിന്നെ തിരിച്ച് കസിൻസിൻ്റെ ഒക്കെ വീട്ടിൽ പോയി. ഇത് മാമൻ്റെ വീട്ടിൽ പോയതാണ്. മാളൂട്ടിയും അതുപോലെ നന്ദും തന്നെ ഇട്ട പൂക്കളായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു പൂക്കളം കാണുന്നത്. ആ ഫോട്ടോയിൽ കാണുന്നേക്കാളും നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.